ഖുബൂരി ഖാദിമാരെ ഫോളോ ചെയ്യാൻ ഒരു യഥാർത്ഥ സലഫിക്ക് സാധിക്കുമോ? പാടുണ്ടോ? യഥാർത്ഥ സലഫിയത്ത് ഉൾക്കൊള്ളുന്ന ഒരാൾ ഏത് അടിസ്ഥാനത്തിലാണ് ഖുബൂരികളുടെ പിന്നാലെ പോവുക? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഖവായിദ് അർബയിലെ അൽ ഖായിദത്തു റാബിയ നാലാമത്തെ ഖായിദ എന്താണ്? ഇത് എത്ര തവണ യാസർ മൗലവി ക്ലാസ് എടുത്തിട്ടുണ്ടാവും? പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിൽ പതിഞ്ഞില്ല? വിസ്തത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ഒരു ഖായിദയിൽ നിന്ന് വളരെ താഴോട്ട് നിങ്ങൾ പോകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണ് അതിലുള്ളത്? അന്ന മുശ്രിക്കി സമാനിന അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ. നമ്മുടെ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ആദ്യകാലക്കാരായ ആളുകളെക്കാൾ പരുഷമായ ശക്തമായ ശിർക്കുള്ളവരാണ്. നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകൾ എന്നിവിടെ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ്? അത് വിശ്വത്തിലെ മൗലവിമാര് പറയണം, യാസർ മൗലവി പറയണം. ഇത് ഇവിടുത്തെ മുശ്രിക്കുകളായ മറ്റു മതസ്ഥരായ ആളുകളെ കുറിച്ചാണ്, ഒരിക്കലുമല്ല. ഖബർ പൂജകരായ നിങ്ങൾ, സൂഫി മശായിഖുമാർ എന്ന് സൗമ്യമായി പറഞ്ഞ തനിച്ച ഖുബൂരികൾ, ദറയൽവികൾ, ഷിയഈ വിശ്വാസം പേറുന്നവർ, ജാറപൂജകർ, അത്തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അന്ന മുശ്രിക്കി സമാനിന അഗ്ലദ ശിർകൻ മിനൽ അവ്വലീൻ. ആദ്യകാലക്കാരെക്കാൾ കഠിനമായ ശിർക്കിന്റെ ആളുകളാണ് അവർ. മനസ്സിലായില്ലേ? അപ്പൊ അന്ന മുശ്രിക്കി സമാനിന അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ ലിഅന്നൽ അവ്വലീന യുശ്രികൂന ഫി റഖാ. ആദ്യകാലക്കാരായ അബൂജഹൽ ഉൾപ്പെടെയുള്ള മുശ്രിക്കുകൾ അവർ സുഭിക്ഷതയുടെ ക്ഷേമത്തിന്റെ സന്ദർഭത്തിൽ മാത്രമാണ് ശിർക്ക് ചെയ്തത്. വയുഖ്ലിസൂന ഫി ശിദ്ദ. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ അവർ ക്ഷാമത്തിന്റെ, പ്രയാസത്തിന്റെ, ഞെരുക്കത്തിന്റെ ഘട്ടങ്ങളിൽ അള്ളാഹു മാത്രമേ സഹായിക്കാനുള്ളൂ എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മുശ്രിക്കൂ സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന ഈ ആളുകൾ അഥവാ ഖുബൂരികൾ, ഷിയഈകൾ, ശിർക്കുഹും ദായിമൻ ഫി റഖാഇ വശിദ്ദ. റഹായിലും ശിദ്ദത്തിലും, ക്ഷേമത്തിലും ക്ഷാമത്തിലും, പ്രയാസത്തിലും എളുപ്പത്തിലും, എല്ലായിടത്തും, അല്ലെ, എല്ലാ സന്ദർഭത്തിലും, അതായത് സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ഗത്യന്തര സന്ദർഭങ്ങളിൽ പോലും അവർ ഔലിയാക്കളെ വിളിക്കുന്നു. അബൂജഹൽ ആ സമയത്തെങ്കിലും അള്ളാഹുവെ മാത്രം വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെക്കാൾ അകലതായ ശിർക്കിലാണ് എന്ന് വിശേഷിപ്പിച്ച ആ ശിർക്കിന്റെ വക്താക്കളായ ഖുബൂരികളെ, അവരുടെ ഖാദിമാരെ നമ്മൾ പിന്തുടരേണ്ടതാണ് എന്ന ദില്ലത്തിന്റെയും മസ്കനത്തിന്റെയും പതിത്വത്തിന്റെയും അതേപോലെ ശത്രുക്കളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നതിന്റെയും യഹൂദഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്നുള്ളത് ഈ ചർച്ചയിൽ ഞാൻ കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഖുബൂരികളുടെ മുന്നിൽ ഒരു പതിത്വം സലഫികൾക്ക് പാടുള്ളതാണോ? ഇത് യഹൂദികൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അവരിങ്ങനെ അസത്യത്തിന്റെ വക്താക്കളുടെ മുന്നിൽ പതിതരായി പോയി. യഹൂദികൾ നശിക്കാനുള്ള കാരണം തന്നെ ഇതാണ്. അവർ ബാത്തിലിന്റെ ആളുകളുടെ മുന്നിൽ താണു നിന്നുകൊടുത്തു എന്നുള്ളത്. അതൊരിക്കലും പാടുള്ളതല്ല. ഖുർആൻ പറഞ്ഞെന്താ? അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങൾ മുകളിൽ നിൽക്കണം. ഇവിടെ വിസ്തത്തിന്റെ നേതാക്കന്മാർ വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് അങ്ങനെ അപ്രമാദിത്വമൊന്നുമില്ല, ഖുബൂരി ഖാദിമാരായാലും മതി. നഊദു ബില്ലാഹ്. ഖുബൂരി ഖാദിമാരുടെ കീഴെ നിൽക്കാൻ തക്കവണ്ണം അപ്രമാദിത്വം ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? അവിടെ നിങ്ങൾക്ക് സലഫിയത്താണ് ചോർന്നൊലിച്ചു പോകുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ഒരു ചർച്ചയെങ്കിലും കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാലാമത്തെ ഖായിദയെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല കൃത്യമായി പറഞ്ഞു, അമ്മാ മുശ്രിക്കു ഹാദ സമാൻ. ഈ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ എന്നതുകൊണ്ട് അതിനെ അർത്ഥമാക്കുന്നത് അൽ മുത്തഅഖിരീന അല്ലദീന ഹദസ ഫീഹിമു ശിർകു മിൻ ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ. മുഹമ്മദ് നബിയുടെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ശിർക്കിനെ സംബന്ധിച്ച്, പിൽക്കാലക്കാരായ ഇന്നത്തെ ഈ ഖുബൂരികളുടെ ശിർക്കിനെ സംബന്ധിച്ചാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഫഇന്ന ശിർകഹും ദായിമൻ ഫി റഖാഇ വശിദ്ദ. സുഭിക്ഷതയിലും പ്രയാസഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും അവർ ശിർക്കിൽ തന്നെയാണ്. ലാ യുഖ്ലിസൂന ലില്ലാ. ഒരു ഘട്ടത്തിലും അവർ തൗഹീദ് വെച്ച് പുലർത്തുന്നില്ല. വലാ ഫി ഹാലത്തി ശിദ്ദ. സന്നിഗ്ധ ഘട്ടത്തിൽ, ഗത്യന്തര ഘട്ടത്തിൽ പോലും അവർ തൗഹീദ് വെച്ച് പുലർത്തുന്നില്ല. ബൽ മറിച്ച് കുല്ലമസ്തദ്ദ ബിഹിമുൽ അംറു, എത്രമാത്രം സാഹചര്യം കഠിനമായി വന്നാലും ഇസ്തദ്ദ ശിർക്കുഹും, അവരുടെ ശിർക്കും കഠിനമാവുന്നു, രൂക്ഷമാകുന്നു. അബൂജഹലിനെ പോലുള്ള ആളുകൾ ശിർക്ക് കൈയൊഴിഞ്ഞ് തൗഹീദിലേക്ക് വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. കപ്പൽ മുങ്ങാൻ നേരത്ത് അവർ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച് അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗ്രൂപ്പിൽപ്പെട്ട സമസ്തക്കാരും അതേപോലെ തന്നെ ഈ ബറേൽവി വിശ്വാസം വെച്ച് പുലർത്തുന്നവരും ഖുബൂരികളും അവർ സന്നിഗ്ധ ഘട്ടങ്ങളിൽ കൂടുതൽ വലിയ ശിർക്കിലേക്ക് മുഴുകുന്ന കാഴ്ചകളാണ് കാണുന്നത് എന്നിങ്ങനെ വിശദീകരിച്ച് ഷിയാക്കളുടെ ആ തോന്നിവാസങ്ങളെ, ശിർക്കിനെ, വനിദാഹും ലിൽ ഹസൻ വൽ ഹുസൈൻ വഅബ്ദുൽ ഖാദർ വരിഫായി വഗൈരി ദാലിക്, യാ ഹസൻ യാ ഹുസൈൻ യാ അബ്ദുൽ ഖാദർ യാ റഫായി എന്നിങ്ങനെ അവരെയും മറ്റുള്ളവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഇന്നത്തെ ഖുബൂരികളുടെ ഈ യാഥാർത്ഥ്യം എടുത്തു കാണിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഖായിദ രൂപീകരിച്ചു എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുബൂരി ഖാദിമാരെ ഫോളോ ചെയ്യാൻ ഒരു യഥാർത്ഥ സലഫിക്ക് സാധിക്കുമോ എന്ന് ചർച്ചയാണ്.
യാസിർ മൗലവിക്ക് ഈ രംഗത്ത് സംഭവിച്ച സലഫി മാർഗത്തിൽ നിന്ന് സംഘടനാ മനഹജിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച വ്യതിയാനങ്ങളും ഗുരുതരമായ അടിസ്ഥാന വ്യതിചലനങ്ങളും വിലയിരുത്തുക എന്നതു തന്നെയാണ് ഈ ചർച്ചയിൽ ഞാൻ ലക്ഷ്യമിടുന്നത്. അഹ്ലുസുന്നയുടെ ഹിലാൽ വിഷയത്തിലെ പ്രാമാണികമായ നിലപാട് ബഷീർ സലഫി വിശദീകരിച്ചതും ഇൻഷാ അല്ലാഹ് നമുക്ക് അയവിറക്കാം. യാസിർ മൗലവിയുടെ ക്ലാസുകൾ മാത്രം വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന വിസ്റ്റംകാരിൽ ചില കാര്യങ്ങൾ വൈകാതെ തന്നെ സംഭവിച്ചു പോയത് യാസിർ മൗലവി അറിയണം, വിസ്റ്റംകാരറിയണം. പ്രത്യേകിച്ച് അബൂബക്കർ സലഫി, ഫൈസൽ മൗലവി തുടങ്ങിയിട്ടുള്ള ഖുബൂരികളുടെ പിറകിലൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ വിസ്റ്റംകാരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് നിങ്ങളെപ്പോലുള്ളവരെങ്കിലും മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. വിസ്റ്റത്തിൽ സഹകരിക്കുന്ന ചില ആളുകൾ വിസ്തത്തിന് ചില ശാഠ്യങ്ങളുണ്ട്, എന്നാൽ ചില കാരണങ്ങളാൽ വിസ്തത്തോടൊപ്പമാണ്. അവർ ചില മാനസിക പ്രയാസങ്ങൾ ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് വിസ്തത്തിന് കൂടെ അങ്ങനെ നിൽക്കുകയാണ് ഗവൺമെന്റിനോടും മറ്റുമുള്ള വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ. അത്തരം ചില ആളുകൾക്ക് ഒരു താൽക്കാലികമായ ആശ്വാസം യാസിർ മൗലവിയുടെ ഈ പ്രഭാഷണം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ടറിയാവുന്ന ചില സഹോദരൻ, നമ്മുടെ സലഫി പള്ളികളിൽ മാത്രം ജമാഅത്തുകൾക്കും ജുമുഅക്കും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു വിസ്റ്റം സഹോദരൻ, നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സഹോദരൻ യാസിർ മൗലവിയുടെ ഈ ക്ലാസുകൾ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം വീടിന്റെ തൊട്ടടുത്തുള്ള ഖുബൂരി പള്ളികളിൽ പതിവായി പോകാൻ തുടങ്ങി. ഇത് യാസിർ മൗലവിയുടെ ഈ അവതരണം കൊണ്ട് വിഷ്ടത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ഗൗരവമുള്ള അപജയമാണ് എന്ന് അദ്ദേഹത്തെയും വിഷ്ടത്തിന്റെ ഉത്തരവാദപ്പെട്ട ദീനീബോധമുള്ള ആദർശ പ്രതിബദ്ധതയുള്ള പണ്ഡിതന്മാരാരെങ്കിലും ദായിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഉണർത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് വെറും വാക്കല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതായത് സലഫിയത്തിൽ ഇത്തിരിയൊക്കെ വെള്ളവും ചേർക്കാൻ ചില ആളുകൾക്ക് പിൻബലം കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബാക്കി പത്രം. അതിലേറ്റവും പ്രധാനം ഷിർക്കിൽ മുഴുകിയ ബിരുദധാരികൾക്കും ഉസ്താദും ും പോലും ജഹലിന്റെ ഉദുർ വകവെച്ചു കൊടുത്തു വിസ്ഡം എന്നുള്ളതാണ് വലിയൊരു അപകടം. ഫൈസൽ മൗലവി അടക്കമുള്ള ആളുകൾ ഖുബൂരിയുടെ പിറകിൽ നിസ്കാരം ശരിയാകില്ല എന്ന് പരസ്യമായി ഫത്വ നൽകിയത് കേട്ട് അസ്വസ്ഥരായ ചില വിസ്ഡം അനുയായികളുണ്ടായിരുന്നു. അവർക്ക് യാസിർ മൗലവിയുടെ ഈ ക്ലാസുകളും ദർസുകളും ഒക്കെ എന്താണ് ഒരു കോൾമേർ കൊള്ളിക്കുന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ ഫൈസൽ മൗലവിയുടെയും അബൂബക്കർ സലഫിയുടെ ഒക്കെ ദർസുകൾ കേട്ട് ഖുബൂരികളെ ഇമാമായി സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന പല വിസ്ഡംകാരും ഖുബൂരി പള്ളികളിൽ സജീവമാകാൻ തുടങ്ങി. ഈ അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റിയിലൊക്കെ കയറി കൂടുന്ന സഖാക്കളെ പോലെ ഇനി ഖുബൂരി പള്ളിയുടെ കമ്മിറ്റികളിൽ പോലും ഈ വിഷ്ടത്തിന്റെ ആളുകൾ കയറിക്കൂടുന്ന കാലം വിദൂരമല്ല എന്ന് ന്യായമായും സംശയിക്കാവുന്ന രൂപത്തിലേക്കാണ് ഇതിന്റെ അനന്തരഫലം ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, എന്തിനേറെ വിസ്ഡത്തിന്റെ മനഹജിനെ പരസ്യമായി രൂക്ഷമായി വിമർശിച്ച ഷെയ്ഖ് റയീസിനെ പോലും ദുർവ്യാഖ്യാനിച്ച് രംഗത്തെത്തിയത് ഈ ദുരുപദിഷ്ടമായ ലക്ഷ്യം സ്ഥാപിക്കാൻ പെടാപാടുപെട്ട വിസ്ഡത്തിന്റെ പ്രതിനിധി ഇവിടെ